പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ കോളേജ് പ്രിൻസിപ്പലിനും വൈസ് പ്രിൻസിപ്പലിനും സസ്പെൻഷൻ. പ്രിൻസിപ്പൽ എൻ അബ്ദുൽ സലാമിനെയും സൈക്കാട്രി അധ്യാപകൻ സജിയെയുമാണ് സസ്പെൻഡ് ചെയ്തത്. അമ്മുവിന്റെ മരണത്തിൽ ഇരുവരെയും സസ്പെൻഡ് ചെയ്യണമെന്ന് കുടുംബം റിപ്പോർട്ടറിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. അരുൺ സോളമനുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, ഇപ്പോൾ കുടുംബം ആവശ്യപ്പെട്ടതുപോലെ സംശയമുന്നയിലുണ്ടായിരുന്ന രണ്ടുപേരെ കോളേജ് പ്രിൻസിപ്പലിനെയും വൈസ് പ്രിൻസിപ്പലിനെയും സസ്പെൻഡ് ചെയ്തതായുള്ള വിവരങ്ങളാണ് വരുന്നത്. വിശദാംശങ്ങൾ എന്താണ്? വിനീത, 1.5 മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കോളേജ് പ്രിൻസിപ്പൽ എൻ അബ്ദുൽ സലാമിനെയും അതുപോലെ തന്നെ വൈസ് പ്രിൻസിപ്പൽ സജിയെയും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. നമുക്കറിയാൻ കഴിയുന്നത് കഴിഞ്ഞ മാസം 27-ന് ശേഷമാണ് ഇത്തരത്തിലൊരു ഉത്തരവ് സിപാസ് ഡയറക്ടർ പി ഹരികൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ അമ്മുവിന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ തന്നെ പ്രധാനമായും ഈ കോളേജ് പ്രിൻസിപ്പലിനെതിരെ ഒരു വലിയൊരു ആരോപണം കുടുംബം ഉന്നയിച്ചിരുന്നു. കാരണം ഈ അമ്മുവിന്റെ ആത്മഹത്യയ്ക്ക് പുറകിൽ സംഭവിച്ചത് അമ്മു നിരന്തരമായിട്ട് ഈ കുട്ടികളുടെ ഭാഗത്തു നിന്ന് സഹപാഠികളിൽ നിന്നും മാനസികമായിട്ട് ഒരു പീഡനം നേരിട്ടിരുന്നു. ഇതിനെതിരെ 2 പരാതികൾ കുടുംബം കോളേജ് പ്രിൻസിപ്പലിന് നൽകിയിട്ടും അതിനെതിരെ നടപടിയെടുക്കാൻ ഈ കോളേജ് പ്രിൻസിപ്പൽ എടുത്തിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രിൻസിപ്പലിനെതിരെ വലിയൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. ഇത് സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിനെ നേരിൽ കണ്ട് ഈ ആവശ്യം അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ പരിഹാരം കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനെ തുടർന്ന് രണ്ടാമതും കണ്ടതിന് ശേഷമാണ് എൻ അബ്ദുൽ സലാമിനെ സീതത്തോടിലേക്ക് സ്ഥലം മാറ്റി. ഏറ്റവും ഒടുവിൽ വീണ്ടും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ അമ്മുവിൻ്റെ അച്ഛൻ സജീവ് നേരിൽ കണ്ട് ഈ ആവശ്യം വീണ്ടും ആവർത്തിച്ചു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 2 പേരെയും, ഈ സജി എന്ന് പറയുന്ന സൈക്കാട്രി അധ്യാപകനാണ്, ഇദ്ദേഹമാണ് അമ്മ മരിക്കുന്ന നവംബർ 15-ാം തീയതി അമ്മുവിനെയും അമ്മ ഉൾപ്പെടെയുള്ള 50ഓളം കുട്ടികളെ ഒരുമിച്ചിരുത്തി കൗൺസിലിങ്ങിന് വിധേയമാക്കിയിരുന്നു. ഇത് കൗൺസിലിംഗ് അല്ല, കുറ്റവിചാരണയാണ് നടത്തിയെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കുടുംബത്തിൻ്റെ ആരോപണം. കാരണം ലോക ബുക്ക് കാണാതായതുമായി ബന്ധപ്പെട്ട് അമ്മുവിനെ കള്ളിയാക്കി ചിത്രീകരിക്കാനായിട്ട് ഈ സൈക്കാട്രി അധ്യാപകൻ സജി ശ്രമിച്ചിരുന്നു എന്നുള്ളത് വലിയൊരു ആരോപണം കുടുംബം ഉന്നയിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് കുടുംബം മൊഴി നൽകുകയും ചെയ്തു. ഇതിൽ പ്രധാനമായും ഇപ്പോൾ 2 പേരെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് കുടുംബം വലിയൊരു ആശ്വാസമായിട്ട് തന്നെ കാണുന്നു. പക്ഷേ അപ്പോഴും വിഷയം ഈ പ്രധാനപ്പെട്ട വിഷയം തീരുന്നില്ല. കാരണം ഈ സൈക്കാട്രി അധ്യാപകനെ പ്രതി ചേർത്ത് കേസ് അന്വേഷണം എന്നുള്ളതാണ് അമ്മുവിന്റെ അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.